ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു ചെറിയൊരു ഫാമിലി വ്ലോഗാണ്. അപ്പം ഇതാണ് എൻ്റെ മോള് അപ്പൂസ് എന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ഒറിജിനൽ പേര് അൻഷിക. അപ്പം ഞാനും മോളും വൈഫുമായിട്ടും ലാലേട്ടൻ്റെ പുതിയ പടം അറിയാമല്ലോ ഏതാണെന്നുള്ളത്, അത് തന്നെ കാണാൻ പോവുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരുപാട് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് കൊടുത്തില്ലേ ഭയങ്കര ബഹളമാണ്. അവിടെ കിടന്ന് ചവിട്ടി പൊളിക്കും. അപ്പോൾ ഇതാ ഇറങ്ങി. അപ്പോൾ നമ്മളെ ജുപ്പിറ്ററിലാണ് യാത്ര. അപ്പോൾ പുള്ളിക്കാരി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി വണ്ടി കയറി പോയാൽ മതി. അവളെയൊന്നും വലിയൊരു തൊപ്പിയൊക്കെ എടുത്ത് വെച്ചേക്കണത്. എൻ്റെ പൊന്നെ താങ്ങും ഇതൊക്കെ. പോയാലേ റെഡി. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. വാടേ കയറേ. അപ്പോൾ ആദ്യം നമ്മൾ ബാങ്കിൽ പോയായിരുന്നേ. ബാങ്കിൽ ഒരു കുറച്ച് പണയത്തിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി നേരെ എത്തി. പുള്ളിക്കാരിക്ക് അറിയത്തില്ല ഇതാരാണെന്ന്. കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ടൈൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. ഒരു വിരളി പിടിച്ചാണ് കാണുക. എന്തിനാ കാണിക്കുമെന്ന് വെച്ചാൽ അറിയത്തില്ല. ഉണ്ട് ഡാൻസ് കറക്കം. നമ്മൾ ക്യാമറ അങ്ങോട്ടുണ്ട് അതിൻ്റെ കൂടെ ഓടും. അവിടെ എന്താ അവാർഡൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട്. പിറകെ നടക്കും കേട്ടാ. ആരെയൊക്കെ നോക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഡാൻസ് ആയാലോ. തുടങ്ങി ഡാൻസ് കളിക്കുന്നു. രാത്രി എന്താണോ എന്തോ ഡാൻസും ബഹളം. ഇങ്ങനെ പുറത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ടാണ്. രാത്രിയാകുമ്പോൾ പനി പിടിക്കും. അതാണ് സംഭവം. എന്നാലും നമുക്ക് കളിക്കുമ്പോൾ പിന്നെ കളിക്കണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അയ്യോ എന്തൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ തുടങ്ങും ഡാൻസ് അങ്ങോട്ടും. തുടങ്ങി ഇനി നിൽക്കത്തില്ല. ഇനിയിപ്പം എന്താ പറയുക, ഭയങ്കര അവിടെ കിടന്ന് ചവിട്ടി പൊളിക്കും. പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ടൈൽസും വലിയുള്ള സ്ഥലം. നമ്മളവിടെ ടൈൽസൊന്നും അല്ല, സിമെൻ്റ് ഇട്ടാണ്. അപ്പോൾ ഇതേ കാണാം. അതിനിടയ്ക്ക് ഫ്ലൈങ് കിസ്സൊക്കെ കൊടുക്കുന്നറിയാം. ഫാൻസ് വന്നാടേ ഫാൻസറേ. നോക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ഫാൻസാണ്. എന്ത് ചെയ്യുക, എങ്ങോട്ട് ഇരിച്ചാലും ഫാൻസാണ്. അങ്ങനെ നമ്മൾ തിയേറ്ററിനകത്തോട്ട് കയറുവാണ്. ഇപ്പോഴാണ് ടൈമായത്. അന്യൻ സിനിമ 2005 ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇറങ്ങിയത്. ആ ഒരു സിനിമ സ്കൂളിൽ പഠിച്ചിരുന്നപ്പം പിള്ളേർമാർ കമ്പനിക്കാരുമായിട്ടൊക്കെ പോയി കണ്ടതേ. ഇപ്പം ഞാൻ മോളുമായിട്ട് വന്ന് കണ്ടപ്പോൾ ഭയങ്കര പഴയൊരു നൊസ്റ്റാൾജിയൊക്കെ തോന്നി. ഭയങ്കര എന്ന് വെച്ചാൽ അന്നത്തെ ഓർമ്മകളൊക്കെ വന്ന്. കാരണം അന്യൻ അന്ന് ഭയങ്കര സംഭവമല്ലായിരുന്നു അന്ന് ഇറങ്ങിയപ്പോഴും. ഇപ്പോഴും വിക്രമിൻ്റെ പടം ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ അന്ന് കണ്ടൊരു സിനിമ നമ്മൾ മോളുമായിട്ട് പോയി കണ്ടപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജി തോന്നി. പിന്നെ ഞാനൊരു വിക്രം ഫാനും കൂടെയാണ്. എന്തൊക്കെയാണ് പറയണത്, എന്തിനാണ് എന്തൊരു മേക്കിംഗ് ആണ്. ഇപ്പോഴാ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോഴാ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഈ ഒരു പാട്ട് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ, ഇൻട്രോ സോങ് ആയിട്ട് ഒരു പാട്ട് മാത്രം. പുള്ളിക്കാരി ബഹളം തുടങ്ങി. ലേസിന് വേണ്ടിയാണ്. ഒരു ലേസ് അതിനകത്തിരിപ്പുണ്ട്. അത് എങ്ങനെയും കിട്ടാൻ വേണ്ടിയുള്ള ബഹളമാണ്. യെസ് തുടങ്ങി. പുള്ളിക്കാരി ക്ലൈമാക്സിന് തൊട്ട് മുമ്പേ പുള്ളിക്കാരി നല്ലതായിട്ട് ഉറങ്ങിയത്. AC കൂടെ ഉള്ളതുകൊണ്ട് തണുപ്പടിച്ചപ്പോൾ അങ്ങ് ഉറങ്ങി. നേരെ നമ്മൾ ആറ്റിങ്ങൽ മോഡേൺ ബാഗിലോട്ട് ഒരു ഷവർമ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഷവർമ നമ്മൾ ആരെയും പ്രിഫർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഷവർമ അങ്ങനെ കഴിച്ചിട്ട് കുറേ നാളായി. ഞാൻ ഈ 2 വർഷത്തോളമായി കഴിച്ചിട്ട്. അപ്പോൾ ഒരു ഷവർമ കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. മോക്കെന്തായാലും വാങ്ങി കൊടുക്കുന്നില്ല. അവൾ കഴിക്കത്തില്ല, കൊടുക്കുന്നതുമില്ല. വേണമെങ്കിലും കഴിക്കത്തില്ല, അത് വേറെ കാര്യം. പുള്ളിക്കാരി അങ്ങനെ ഇനി എന്ത് സ്വർണ്ണമെന്ന് പറഞ്ഞാലും പുള്ളിക്കാരിക്ക് ഇഷ്ടം തോന്നിയാൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഇതാണ്. അതുകൊണ്ട് പുള്ളിക്കാരി അത്രയ്ക്കും മസിലൊക്കെ കണ്ടില്ലയോ, അത്രയ്ക്ക് ഭയങ്കര ആരോഗ്യത്തോടെ. മൂക്കൊക്കെ അടിക്കണുണ്ട്. ഇടയ്ക്ക് ഗുസ്തിക്കൊക്കെ പോകാറുണ്ട്. ഒന്നുമില്ല, സ്റ്റെപ്പിൽ നിന്ന് നേരെ തലങ്കിൽ ഇതാടക്കണം. കാല് കയറ്റിയതാണ്. രാത്രി കറണ്ടില്ലായിരുന്നു. പുള്ളിക്കാരി ഹാപ്പിയാണ്. അതിലൊക്കെ എന്തൊക്കെയോ അത് വെച്ചൊക്കെ വരയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. അതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ഹോബി. അങ്ങനെ അത് കഴിച്ചു. 2 ഞാൻ കഴിച്ചു. ഉച്ചക്കൊന്നും കഴിച്ചില്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബാഗ് ഓടിക്കാൻ പോയി. പുള്ളിക്കാരിക്ക് പ്ലേ ക്ലാസ് ആയിരുന്നു. ഇനിയിപ്പം LKG പോവുകയാണ്. അപ്പോൾ പുതിയ ബാഗ് വാങ്ങി കൊടുക്കാൻ വേണ്ടി കയറിയപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ബളം. അച്ഛാ ബാഗ് വേണ്ട, അച്ഛാ ബാഗ് വേണ്ട. കാലി പിടിച്ച് കരച്ചിൽ തുടങ്ങി. അച്ഛാ എനിക്ക് ബാഗ് വേണ്ട അച്ഛാ. കാരണം പുള്ളിക്കാരിക്ക് അത് മാത്രം വേണ്ട, വേറെ എന്ത് വേണം പഠിച്ചു. എന്തൊക്കെയോ മോഡലൊക്കെ പറയുന്നത്. യൂണിക്കോണ്ട് അത് അത്ര അറിയുണ്ട്, ഇവിടെ എഴുതേണ്ടതൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരിക്ക് പക്ഷേ വേണ്ട, ബാഗ് വേണ്ട, വേറെ എന്തൊക്കെ വേണം. ചെരുപ്പ് വേണം, ഉടുപ്പ് വേണമെന്ന്. നേരെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി മോളിൽ കയറി. ചെരുപ്പ് മേടിക്കാൻ കണ്ട് അവിടെ അധികം ഹാപ്പിയാണ് കേട്ടോ. ചെരുപ്പിൽ പുള്ളിക്കാരി ഭയങ്കര സന്തോഷമാണ്. ബാഗ് വേണ്ട പക്ഷേ വേണ്ട, ഭയങ്കര ഹാപ്പിയാണ്. അയ്യോ, അങ്ങനെ ചെരുപ്പ് പിടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഇനി നമ്മൾ വീട്ടിലോട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം ബാഗിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അത് മാത്രം ഇഷ്ടപ്പെട്ടു, അത് വെച്ച് കളിക്കുന്നുണ്ട്.